ഹലോ നമസ്കാരം. കഴിഞ്ഞ ദിവസേ ദുബായിൽ നിന്ന് ഓസ്ട്രേലിയക്ക് വന്നൊരു ഫാമിലി എന്നെ വിളിച്ചു. അവർ ദുബായിൽ 8-10 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏകദേശം ഒരു 4-4.5 ലക്ഷം രൂപ എല്ലാ മാസവും നാട്ടിലേക്ക് അയച്ച് നാട്ടിൽ നല്ല വീടും ഒക്കെ സെറ്റപ്പൊക്കെ ആയ പാർട്ടികളാട്ടോ. അവർ IELTS ഒക്കെ പാസ്സായി ഇങ്ങ് വന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് IELTS ഒക്കെ എഴുതി പാസ്സായപ്പോൾ കിട്ടി. അപ്പം അങ്ങനെ പിന്നെ വൈഫിൻ്റെ അവിടെ നേഴ്സായിരുന്നു. പക്ഷേ അവരെല്ലാവരും വന്ന് ഇവിടെ ഒന്ന് എഴുതാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീട് വാടകയ്ക്ക് എടുത്തു. പിന്നെ ഹസ്ബൻഡ് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരിക്ക് പിന്നെ ഇനി പഠിക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഹസ്ബൻഡ് ഈ വൈഫുമായിട്ട് ഭയങ്കര വഴക്കാണ്. IELTS എഴുതി പാസ്സായില്ല മറ്റേതൊക്കെ പറഞ്ഞേ പുള്ളിക്കാകെ ഭയങ്കര ടെൻഷനായി. പുള്ളി ഒരു അരിപ്പയാണേ. അരിപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിശുക്കനാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു $3000 കിട്ടുവാണെങ്കിൽ അതിനകത്ത് ടാക്സൊക്കെ പോകും. പിന്നെ പോയിട്ട് കിട്ടുന്ന പൈസയ്ക്ക് വീടിൻ്റെ റെൻ്റ് അടച്ച് പിന്നെ മറ്റു ചിലവെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു $250 ഒക്കെ ഒരു ആഴ്ചയിലൊക്കെ മിച്ചം ഒരു ഫോർട്ട്നൈറ്റിലൊക്കെ മിച്ചം വരത്തുള്ളൂ. ബാക്കി പൈസയൊക്കെ ചിലവായി പോകും. പുള്ളിക്കാണെങ്കിൽ കുറച്ച് വീക്ക്നെസ് ഉണ്ട്. കാരണം പുള്ളി ഒരു 2-3 കൂട്ടം കറി കൂട്ടി ചോറുണ്ണത്തുള്ളൂ. പിന്നെ അതുകൂടാതെ പുള്ളിക്ക് ആരെങ്കിലുമൊക്കെ ചോറ് എടുത്തു കൊടുക്കണം. കാരണം ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്തെങ്കിലും പുള്ളി നാട്ടിലായിരുന്നപ്പോഴും പുള്ളി അമ്മ എടുത്തു കൊടുക്കുമായിരുന്നു. ദുബായിലായിരുന്ന പുള്ളി മെയ്ഡ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ദുബായിൽ നിന്നും അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിന്ന് വരുന്നവരോട് പറയാം, ഇവിടുത്തെ മെയ്ഡെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ ഇതുപോലെ തന്നെ SI ആയിട്ട് നാട്ടിൽ ജോലി ചെയ്ത ആൾ എനിക്ക് പരിചയമുണ്ട്. അയാൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിള്ളേർ നോട്ടവും അതുപോലെ തന്നെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കലും വീട് ക്ലീനിങ്ങും ഇതൊക്കെയാണ് ജോലി. നാട്ടിൽ രാവിലെ പുള്ളി SI ആയിരുന്നപ്പോൾ പുള്ളി ഒരു പണിയും ചെയ്തിട്ടില്ല. പുള്ളി തന്നെ എന്നോട് പറഞ്ഞതാണ്. കാരണം വീട്ടിലൊരു പണിക്കാരുണ്ട്, അപ്പോൾ അവർ വന്ന് എല്ലാ പണികളും ചെയ്തോളും. ഇവിടെ അങ്ങനെ പരിപാടിയില്ല. ഇവിടെ അങ്ങനെ ആളെ നിർത്താട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയേക്കാളും കൂടുതൽ കൊടുക്കേണ്ടി വരും അവരെ നിർത്തണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകുമ്പോൾ കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ സാധാരണ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത്, ഗവൺമെൻറ് തരുന്ന പൈസ എന്ന് പറയുന്നത്, നമുക്ക് മോർട്ട്ഗേജ് അടയ്ക്കാം. എന്ന് വെച്ചാൽ ഈ നമ്മൾ വീട് മേടിച്ചാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാനും അതിൻ്റെ പൈസ അടയ്ക്കാനും പൈസയും നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള പൈസയും ഫുഡ് കഴിക്കാനുള്ള പൈസയും ഉള്ളൂ. അത് കഴിഞ്ഞ് മിച്ചം പൈസ വളരെ കുറച്ചൊക്കെ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ കുറേ നാളൊക്കെ ജോലി ചെയ്ത് നിങ്ങൾ ഈ പൈസയൊക്കെ അടച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ പോകാനുള്ള പൈസയൊക്കെ ആവും. ഇവിടെ 4-5 വർഷമായിട്ട് നാട്ടിൽ പോകാത്തവർ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഈ ദുബായിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റൊക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാ വർഷവും നാട്ടിൽ പോകുന്നവരൊക്കെ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ജീവിക്കാനേ പറ്റത്തില്ല. അത് ഇവിടെ നിന്നല്ല, നിങ്ങൾ UK പോയാലും അയർലൻഡിൽ പോയാലും എവിടെ പോയാലും നിങ്ങളുടെ വീട്ടിലെ പണികളെല്ലാം നിങ്ങൾ ചെയ്യുക. മീൻ വെട്ടലും അതുപോലെ തന്നെ ഇറച്ചി നുറുക്കലും ചോറ് വെപ്പും അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേ പറ്റൂ. അല്ലാതെ അവിടെ നല്ല സുഖമായിട്ട് നടക്കുവാണെന്ന് അവിടെ മെയ്ഡുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പല ആളുകൾക്കും പറ്റുന്നില്ല. എനിക്കറിയാവുന്ന 10-20 വർഷമായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്യുന്ന ഒരാൾ, അയാളിപ്പം അവിടെ വൈഫ് UK വർക്ക് ചെയ്യുക. പക്ഷേ പുള്ളിക്കാരൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്നാൽ ചോറും കറിയും വെക്കേണ്ടി വരും. വേറെ ഒരു മാർഗ്ഗവുമില്ല. അതാണ് യൂറോപ്യൻ യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പിള്ളേരെ അപ്പിയിട്ട് നമ്മൾ തന്നെ വരണം. നമ്മുടെ വീട്ടിൽ ചോറ് വെച്ച് നമ്മൾ കഴിക്കണോ? നമ്മൾ തന്നെ. ഞാൻ പറയാലോ, ഞാൻ വർഷങ്ങളായിട്ട് ആ വീട്ടിലെല്ലാ പണിയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഇവിടുത്തെ വന്ന കാലഘട്ടം പോലെ ഞാൻ സ്വന്തമായിട്ട് ചോറ് കൊണ്ടുവന്നു. വല്ലപ്പോഴും വൈഫ് വിളമ്പി തരൂട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയണേ. വീട്ടിലെ കുക്ക് എല്ലാം ചെയ്യണം, പിള്ളേരെ നോക്കണം, നാപ്പി മാറണം, അവരെ കുളിപ്പിക്കണം, അങ്ങനെ എല്ലാ പണികളും നമ്മൾ ചെയ്താൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പല വീടുകളിലെയും പ്രശ്നമാണിത്. നിങ്ങൾ ഈ നാട്ടിൽ നടന്നൊക്കെ ഈ കേരളത്തിലെ എന്താ പറയുക വീട്ടിലെ അമ്മ ചെയ്യും വല്യമ്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതല്ലെങ്കിൽ ദുബായിലും കുവൈറ്റിലൊക്കെ പോയിട്ട് അവിടെ മെയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പണി നമ്മൾ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും ആരെങ്കിലും വന്ന് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ വന്ന് നിൽക്കുന്ന അപ്പനും അമ്മയോടും പറയുന്നത്, നിങ്ങളുടെ പിള്ളേരെ സഹായിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. നിങ്ങളെ ഈ വളർത്തി ഇത്രയും വലുതാക്കിയല്ലേ. ആ പിള്ളേരെ വലുതായി കഴിഞ്ഞപ്പം വീണ്ടും വന്ന് നിങ്ങൾ വീണ്ടും പണിയെടുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ കഷ്ടപ്പാട് തീരുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പിള്ളേർ പണിയെടുത്ത് ജീവിക്കട്ടെ എന്ന്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ എൻ്റെ അസൂയ കൊണ്ട് പറഞ്ഞല്ല കേട്ടോ. കാരണം എൻ്റെ അപ്പനും അമ്മയും വന്നപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരണമെന്ന് പറയുകയും ചെയ്തു. കാരണം നമ്മൾ തന്നെ മഴ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മുടെ പിള്ളേരെ നമ്മൾ തന്നെ നോക്കുക. അത് നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ പോരാ, നമ്മൾ അവരെ നോക്കാനും പഠിക്കണം. ഓക്കെ. ഇപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടെ മെയ്ഡുമില്ല കുയിടുമില്ല. നമ്മൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ മെയ്ഡൊക്കെ. ഓക്കെ.